കാലിവിടെ എത്തുമ്പോഴേക്കും കമിഴ്ത്തി. ഇതാണ് ആ സ്റ്റെപ്പ് വരുന്നത്. ഇതിൽ ഇത്ര വളച്ചിട്ട് ഇങ്ങനെയല്ല പിടിക്കുക, എന്നാൽ ഇത്രയും സ്റ്റഡി ആയിട്ടും പിടിക്കരുത്. അതായത് ഭരതനാട്യത്തിലൊക്കെ പതാക എന്നൊക്കെ പറയുന്ന അങ്ങനെ ഇത്ര ബലം വേണ്ട, എന്നാൽ ഇത്ര ലൂസും അല്ല. അപ്പോൾ മലർത്തിയെടുത്ത കയ്യിനെ ഒന്ന് തൂക്കിയിട്ട് നിവർത്തി കഴിഞ്ഞാൽ സ്റ്റെപ്പ് കിട്ടും. ഇനി നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് സൈലൻ്റ് ആണ്. അതായത് 1 2 ഇല്ല, അവിടെ 3 അതവിടെ കുത്തി. ഇനി ഈ വെച്ച കാലില്ലേ, ഇതിനെ ഇത്തിരി ഒരു 1.5 അടി അകലേക്ക് ഈ വട്ടത്തിൻ്റെ ലൈനിലേക്ക് തന്നെ വെക്കും. ഇതാണ് സ്റ്റെപ്പ്. ഇത്രയും ഡിസ്റ്റൻസിൽ വേണം വെക്കാൻ. ഇതും അതേപോലെ തന്നെ 1.5 അടിയായിരിക്കും ഫ്രണ്ടിലേക്ക് വരുന്നത്. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഇത്ര അടുത്ത് വെച്ച് കഴിഞ്ഞാൽ മുട്ടിലേക്കാണ് നമ്മുടെ വെയിറ്റ് വരിക. അപ്പോൾ ഒരുപാട് തിരുവാതിരക്കളി സ്ഥിരമായിട്ട് കളിക്കുന്നവർക്ക് മുട്ടുവേദന കൂടും ഇങ്ങനെ കളിച്ചാൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസ്റ്റൻസ് പറയുന്നത്. അത് കീപ്പ് ചെയ്ത് തന്നെ പോകാന്ന് വെച്ചാൽ നമുക്ക് താഴ്ന്ന് കളിക്കാൻ പറ്റും. 1 ഇത്രയും താഴാൻ പറ്റും. ഇപ്പോൾ എൻ്റെ വെയിറ്റ് വരുന്നത് കണ്ടോ, മുട്ടിലേക്കാണ്, ഇവിടേക്കല്ല വരുന്നത്, തുടയിലേക്കാണ് വരുന്നത്. അതിനേക്കാൾ താഴാൻ പാടില്ല. അപ്പോൾ 1 2 3 അവിടെ എടുത്തു. പിന്നെ വീണ്ടും മനസ്സിലായി കാണുമായിരിക്കും. ഇനി സ്ലോ വരുമ്പോൾ ഈ 1 2 3 4 അതായത് 4 വീതമുള്ള സ്റ്റെപ്സുകൾ 1 2 3 4 ഇങ്ങനെ റാ പോലെ ഇടും. വീണ്ടും 1 2 3 4 ഇങ്ങനെ റാ പോലെ ഇടും. രണ്ട് സൈഡിലേക്കും ഇങ്ങനെ